ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം ഇന്ത്യൻ തീരത്തേക്ക്. തമിഴ്നാട്ടിലെ തീരജില്ലകളിൽ കനത്ത മഴ. ഏത് സാഹചര്യത്തെ നേരിടാൻ SDRF, NDRF ടീമുകൾ സജ്ജം. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം ഇന്ത്യൻ തീരത്തേക്കും അടുക്കുന്നു. തമിഴ്നാട്ടിലെ തീരജില്ലകളിൽ കനത്ത മഴയാണ് പെയ്തിറങ്ങിയത്. 2 ജില്ലകളിൽ റെഡ് അലേർട്ടും ചെന്നൈ അടക്കം 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. ചെന്നൈയിൽ നിന്നുള്ള 47 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. നാഗപട്ടണം, മയിലാടുംതുറൈ പ്രദേശങ്ങളിൽ വ്യാപക കൃഷിനാശവുമുണ്ടായി. തൂത്തുകുടി വിമാനത്താവളത്തിന്റെ റൺവേയിൽ വെള്ളം കയറി. ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. അതേസമയം ശ്രീലങ്കയിൽ മരണം 200 കടന്നു. തമിഴ്നാട്ടിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ ADRF, NDRF ടീമുകൾ സജ്ജമാണ്. ഞായറാഴ്ച രാവിലെയോടെ തീരത്ത് നിന്ന് കുറഞ്ഞത് 50 കിലോമീറ്ററും വൈകുന്നേരത്തോടെ 25 കിലോമീറ്ററും അകലെയായിരിക്കും ചുഴലിക്കാറ്റെത്തുക. അതേസമയം പുതുച്ചേരി തീരത്തോട് അടുക്കുമ്പോഴേക്കും ഡിറ്റ്വ ന്യൂനമർദ്ദമായേക്കും. വൈകിട്ടോടെ ചെന്നൈ തീരത്തിന് 25 കിലോമീറ്റർ അകലെ കൂടി കടന്നുപോകും. ഡിറ്റ്വയുടെ പ്രഭാവത്തിൽ കടൽ പ്രക്ഷുബ്ധമാണ്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് ശക്തമായ തിരമാലകൾ വ്യാപക കേടുപാടുകളാണ് വരുത്തിയത്. കടുത്ത കടൽക്ഷോഭം കാരണം സമീപത്തെ റോഡുകളുടെ ചില ഭാഗങ്ങളും തകർന്നു. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. പ്രളയക്കെടുതിയിൽ വലയുന്ന ശ്രീലങ്കയ്ക്ക് അകമഴിഞ്ഞ സഹായവുമായി ഇന്ത്യയും എത്തിയിരുന്നു. വിവിധയിടങ്ങളിൽ കുടുങ്ങിയ നിരവധി പേരെ ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ രക്ഷപ്പെടുത്തി. വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ്. മഴ കുറയുന്നതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കൊളംബോയിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്കായി ഇന്ത്യൻ ഹൈ കമ്മീഷൻ വിമാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ ഡിറ്റ്വ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭരണകൂടം. ഡിസംബർ 16 വരെ സ്കൂളുകൾ അടച്ചിടും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.